സിനിമാ വിശേഷങ്ങൾക്കും ഗോസിപ്പുകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാം, ആരാധകർ തമ്മിൽ എത്ര ചേരിതിരിവുണ്ടെങ്കിലും ഉറ്റ സുഹൃത്തുക്കളാണ് മമ്മൂട്ടിയും മോഹൻലാലും. എന്നാൽ ഇപ്പോൾ മോഹൻലാലിനെയും അദ്ദേഹത്തിൻ്റെ പുതിയ ചിത്രത്തെ നൈസായിട്ടൊന്ന് ട്രോൾ ചെയ്തിരിക്കുകയാണ് മമ്മൂട്ടി. ഇന്നലെ വില്ലൻ്റെ ടീസർ റിലീസ് ചെയ്യുകയും പല റെക്കോർഡുകളും ഈ ടീസർ തകർക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഏത് ചിത്രത്തിൻ്റെ ടീസർ ഇറങ്ങിയാലും ട്രോളുകൾ പ്രത്യക്ഷപ്പെടുക സ്വാഭാവികമാണ്. മമ്മൂട്ടിയുടെ ഗ്രേറ്റ് ഫാദറിനെതിരെയും ധാരാളം ട്രോളുകൾ ഉണ്ടായിരുന്നു. ഇന്നലെ വില്ലനും നേരിടേണ്ടി വന്നത് സമാന അനുഭവമായിരുന്നു. വില്ലൻ ടീസർ ഇറങ്ങിയപ്പോൾ മുതൽ ടീസറിനെ ട്രോളുകയായിരുന്നു മമ്മൂട്ടി ആരാധകർ. ഗ്രേറ്റ് ഫാദറിലെ ഒരു ഡയലോഗ് ഉപയോഗിച്ചാണ് മോഹൻലാലിൻ്റെ വില്ലനെ ട്രോളുന്നത്. മറ്റുള്ളവർക്ക് കോട്ട് ചേരാത്തത് എൻ്റെ പപ്പയുടെ കുഴപ്പമാണോ? ഗ്രേറ്റ് ഫാദറിലെ സാറാ ഡേവിഡിൻ്റെ ഈ ഡയലോഗ് ഉപയോഗിച്ചാണ് വില്ലനെ ട്രോളുന്നത്. വില്ലൻ സിനിമയുടെ ടീസറിൽ 1-2 ഷോട്ടുകളിൽ മോഹൻലാൽ ജാക്കറ്റും കൂളിംഗ് ഗ്ലാസും ഉപയോഗിച്ചിരുന്നു. മോഹൻലാലിന് ഗ്ലാസും ജാക്കറ്റും ചേരുന്നില്ലെന്നാണ് ചില മമ്മൂട്ടി ആരാധകരുടെ പക്ഷം. അതുകൊണ്ടാണ് ഗ്രേറ്റ് ഫാദറിലെ ഈ ഡയലോഗ് ഉപയോഗിച്ച് അവർ വില്ലനെ ട്രോൾ ചെയ്തത്. ഏറ്റവും രസം ഇതിന് സപ്പോർട്ടുമായി ഒടുവിൽ മമ്മൂട്ടിയും എത്തിയെന്നുള്ളതാണ്. എങ്ങനെയെന്നല്ലേ, വില്ലൻ ടീസർ തരംഗമായ ഇന്നലെ രാത്രി തന്നെ മമ്മൂട്ടി ഗ്രേറ്റ് ഫാദറിലെ ജാക്കറ്റും കൂളിംഗ് ഗ്ലാസും ഇട്ടുകൊണ്ടുള്ള ഒരു കിടിലൻ ഫോട്ടോ പോസ്റ്റ് ചെയ്തു. അതിനെന്താ, ഇക്കയ്ക്ക് ആ ഫോട്ടോ പോസ്റ്റ് ചെയ്യത്തില്ലേ, അതെങ്ങനെ ലാലേട്ടനെ ട്രോളുന്നതാകും എന്ന് ചിന്തിച്ചാലും തെറ്റില്ല. പക്ഷേ ഗ്രേറ്റ് ഫാദറിൻ്റെ ഇതിനും മുമ്പും പോസ്റ്റ് ചെയ്ത ഫോട്ടോ ആണത്. പിന്നെ കുറച്ച് ദിവസങ്ങളായി ഇക്കയുടെ പേജിൽ ഗ്രേറ്റ് ഫാദർ പോസ്റ്റ് ഒന്നുമില്ലായിരുന്നു. കൃത്യം വില്ലൻ ടീസർ ഇറങ്ങിയപ്പോൾ തന്നെ വില്ലനെതിരെ ഇത്തരത്തിൽ ട്രോളുകൾ വൈറലാകുമ്പോൾ തന്നെ ആ ഫോട്ടോ പോസ്റ്റ് ചെയ്തതുകൊണ്ട് ആരെങ്കിലും അങ്ങനെ ചിന്തിച്ചാലും തെറ്റില്ല. കാരണം ഇത് ദാസനും വിജയനും മാത്രം പറയുന്നതല്ല. മലയാളത്തിലെ ഒരു പ്രശസ്ത ട്രോൾ പേജിൽ ഇക്കയുടെ സൈലന്റ് ട്രോൾ എന്ന് പറഞ്ഞ് ഇന്നലെ ഇത് പോസ്റ്റ് ചെയ്തിരുന്നു. 8000-ഓളം ലൈക്സാണ് ഈ പോസ്റ്റിന് ലഭിച്ചത്. എന്താണേലും ഇരുവരും നല്ല സുഹൃത്തുക്കൾ തന്നെയാണ്. അത് അങ്ങനെ തന്നെ ആയിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. പിന്നെ ഇന്നലെ പോസ്റ്റ് ചെയ്ത ഫോട്ടോ ഇക്ക ഇതൊന്നും ചിന്തിക്കാതെ അറിയാതെ പോസ്റ്റ് ചെയ്തതാണെന്നും കരുതാം. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കും ഗോസിപ്പുകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്. താങ്ക്